അവധിക്കാലമായിട്ടും നാട്ടിലെത്താൻ കഴിയാത്തതിന്റെ വേദനയിലും പ്രതിഷേധത്തിലുമാണ് ഗൾഫിലെ മലയാളികൾ. അവധിക്കാലത്തുണ്ടായ പൈലറ്റുമാരുടെ സമരവും എയർ ഇന്ത്യ സർവീസ് റദ്ദാക്കിയതുമാണ് ഇവരുടെ യാത്ര തടസ്സപ്പെടുത്തിയത്. എയർ ഇന്ത്യയുടെ അനാസ്ഥ മുതലെടുത്ത് ഈ മേഖലയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് 4 ഇരട്ടി വരെ വർദ്ധിപ്പിച്ചു. ജൂൺ ആദ്യവാരം മുതൽ ഓഗസ്റ്റ് അവസാന വാരം വരെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ വിദ്യാലയങ്ങൾക്ക് അവധിക്കാലം. ഒപ്പം ഓണം, ഈദ് എന്നീ ആഘോഷവേളകളും അടുത്തുവരുന്നു. വർഷങ്ങളായി നാട്ടിലെത്താൻ കൊതിക്കുന്ന ഗൾഫ് മലയാളികൾക്ക് പക്ഷേ ഇത്തവണയും പരിധിയില്ലാത്ത യാത്രാ ദുരിതങ്ങളാണ് എയർ ഇന്ത്യ സമ്മാനിക്കുന്നത്. മെയ് ആദ്യവാരത്തിൽ തുടങ്ങി 58 ദിവസം നീണ്ട എയർ ഇന്ത്യ പൈലറ്റുമാരുടെ സമരവും ഗൾഫ് പ്രവാസികളുടെ യാത്രാ ദുരിതങ്ങൾ ഇരട്ടിപ്പിക്കുന്നതായി. 5 ലക്ഷത്തോളം പ്രവാസി കുടുംബങ്ങളാണ് ഈ അവധിക്കാലത്ത് കേരളത്തിൽ പോയി തിരിച്ചു വരുന്നത്. എന്നാൽ ഗൾഫ് സെക്ടറിലെ സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കുകയാണ് എയർ ഇന്ത്യ ചെയ്തത്. ഇത് സ്വകാര്യ വിമാന കമ്പനികൾക്ക് പ്രവാസികളിൽ നിന്നും വൻ നിരക്ക് ഈടാക്കുന്നതിനും ഇടയാക്കി. It has gone down to such a level. ഇപ്പോൾ സമരം വന്നു, ആ സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ വളരെ മോശമായിട്ടുള്ള സർവീസും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരുപാട് ചാർജസിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഏത് നിലയിൽ നോക്കിയാലും എയർ ഇന്ത്യ വെൻ കമ്പയർഡ് ടു നമ്മളുടെ ബാക്കിയുള്ള രാജ്യങ്ങളുടെ കാരിയേഴ്സിനായിട്ടോ പ്രൈവറ്റ് കാരിയേഴ്സിനായിട്ടോ നോക്കുമ്പോൾ വളരെ താഴെയാണ്. സമരകാലത്ത് കരിപ്പൂരിൽ നിന്നും 136ഉം തിരുവനന്തപുരത്ത് നിന്ന് 30ഉം കൊച്ചിയിൽ നിന്ന് 56ഉം സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയത്. എന്നാൽ യൂറോപ്പ്, മുംബൈ, ദില്ലി റൂട്ടുകളിലെ സർവീസുകൾ തുടരുകയും ചെയ്തു. ഗൾഫ് കേരള സെക്ടറിൽ യാത്രാ നിരക്ക് 4 ഇരട്ടി വരെയാണ് ഇക്കാലയളവിൽ വർദ്ധിപ്പിച്ചത്. എക്കണോമിക് ക്ലാസ്സിൽ പോലും 4000 മുതൽ 5000 വരെ നിരക്ക് വർധനയുണ്ടായി. 2-3 വർഷം കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്കൊക്കെ അവധി കിട്ടുന്നത്. അവർ പോകാൻ വേണ്ടി ബന്ധപ്പെട്ട് അവരുടെ അവധി സമയം മിക്കവാറും ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ആയിരിക്കും. ആ സമയത്ത് പോകാൻ ഒരുങ്ങുമ്പോഴാണ് നമ്മുടെ എയർലൈൻസ് ഏറ്റവും അധികം ഫെയർ വർദ്ധിപ്പിക്കുന്നത്. ഈ അവധിക്കാലവും പ്രവാസികൾക്ക് ദുരിതകാലം തന്നെ. ഗൾഫിലേക്കുള്ള സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും നിരക്കിൽ ഇളവ് വരുത്തിയും പ്രവാസികളുടെ യാത്രാ ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഷംസീർ ഷാൻ, ഇന്ത്യ വിഷൻ.